ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിലേക്ക് പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 1 മണിക്കൂർ മുന്നേ തന്നെ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണിത്. ചെറിയ തരിയുള്ള നുറുക്ക് ഗോതമ്പാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് വലിയ തരിയുള്ളതാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് നുറുക്കിയിട്ട് വെള്ളത്തിലിട്ടാലും മതിയാവും. പിന്നെ ഈ ഒരു നുറുക്ക് ഒന്ന് വറുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ വറുത്തിട്ടൊന്നുമില്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതവിടെ വെള്ളം വാർന്നു വരുന്ന സമയം കൊണ്ട് ഇതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള, പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കിഴങ്ങും ഏകദേശം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളിയുടെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തക്കാളിയുടെ പകുതി മാത്രം മതിയാവും, കൂടുതൽ പുളിയുടെ ആവശ്യമില്ല. ഇനി ഇത് തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ വെജിറ്റബിൾ കൂട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഒക്കെ കൂട്ടും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ അവസാനം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു മസാല വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ വെള്ളം വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഒരു മെഷറിങ് കപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ ഇനി പുട്ടുംകുറ്റിയിൽ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു കപ്പിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ വിതറി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു 1/4 ഭാഗം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം ആ ഒരു മസാലയും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ വെച്ചിട്ട് അങ്ങനെ ബീഫ് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. വെജിറ്റബിൾ തന്നെ ആവണമെന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി 1/4 ഭാഗമായിട്ട് ഗോതമ്പിൻ്റെ മിക്സും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലി തട്ടിലാണ്, സ്റ്റീമറിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഓരോ കുഴിയിലും ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ കപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതുപോലെ കമിഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ഒന്നും കൂടെ കപ്പിൽ നിറച്ചിട്ട് ഇതുപോലെ കമിഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഇഡ്ഡലി തട്ടിൽ നേരെ തന്നെ ആദ്യം കുറച്ച് ഗോതമ്പിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക, അതിന് മുകളിൽ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിന് മുകളിൽ ഗോതമ്പിൻ്റെ മിക്സും കൂടി ഇട്ടിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി. ഇത് കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കപ്പിലാക്കിയിട്ടൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. ഇനി പുട്ടുംകുറ്റിയിൽ ഇതുപോലെ നമ്മൾ പുട്ടൊക്കെ ചുടുന്ന രീതിയിൽ തേങ്ങയും അതിനും ആദ്യം
തേങ്ങ ഇട്ട് കൊടുക്കുക, അതിന് മുകളിൽ ഗോതമ്പിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക, അതിന് മുകളിൽ മസാല ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തെടുത്താലും മതിയാവും, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി ഇത് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം, കാരണം ഗോതമ്പിന് കുറച്ചൊരു വേവ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് സമയം തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഏകദേശം 15 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോതമ്പിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഉപ്പുമാവിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചറിലാണ്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്നില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്തത് ഇത് നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് ബൗളിലൊന്നും ആക്കാതെ ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പണി തീരും, ഒറ്റയടിക്ക് തന്നെ എല്ലാ പാത്രത്തിലുമായിട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.